സാർ, ഈ KUWJ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വളരെ മഹത്തരമാണ്. പക്ഷേ പ്രതികരണ ശേഷിയുടെ കാര്യത്തിൽ വലിയ സംശയമുണ്ട്. കാരണം CPM-നെതിരെ നിലപാടെടുക്കാൻ വലിയ വിമുഖതയുള്ള കൂട്ടത്തിലാണെന്നാണ് പൊതുവെ ഒരു പരാതി ഉള്ളത്. കാരണം KUWJ ഒരു ഇടതുപക്ഷ അനുഭാവമുള്ള ഒരു തൊഴിലാളി സംഘടനയാണെന്നാണ് പൊതുവെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതിൻ്റെ വാസ്തവം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. പിണറായി വിജയൻ കടക്കുപുറത്ത് എന്ന് പറഞ്ഞപ്പോൾ പോലും ഒരു പ്രതിഷേധ കുറിപ്പ് അല്ലെങ്കിൽ ഒരു വായ്മൂടിക്കെട്ടി പ്രകടനം, അതിനപ്പുറം വീണ്ടും വിനീത വിധേയദാസരായിട്ട് പല മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോയി നിൽക്കുന്നത് കാണേണ്ടി വന്നു. ഇപ്പോൾ KM ഷാജഹാനെ, അദ്ദേഹവും മാധ്യമപ്രവർത്തകൻ തന്നെയാണ്, അദ്ദേഹത്തെ തുടർച്ചയായി പിടികൂടുന്നു, അറസ്റ്റ് ചെയ്യുന്നു, ചോദ്യം ചെയ്യുന്നു. അതും ഇതേപോലെ അദ്ദേഹം അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് സംസാരിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്നത്. KUWJ ഇക്കാര്യത്തിലും കാര്യമായി ഇടപെട്ട് കാണുന്നില്ല. എന്തുകൊണ്ടാണ്? KUWJയുടെ കൃത്യമായിട്ട് റോൾ അറിയണമെങ്കിൽ താങ്കൾ ആ സമയത്ത് സജീവമായി ജയിച്ചിട്ട് ഒരു 14 വയസ്സ് അടിയന്തരാവസ്ഥ കാലത്ത് KUWJ എന്താ ചെയ്തത്? അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് ധാരണയില്ല. പോരാടി പത്രപ്രവർത്തകരുണ്ട് ഇവിടെ. കേരളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്ത പത്രപ്രവർത്തകന് എൻ്റെ അറിവിൽ ഒരാളേ ഉള്ളൂ, P. രാജൻ. മാതൃഭൂമിയുടെ സബ്ഡിറ്റായിരുന്ന P. രാജനെ അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദേശാഭിമാനിയുടെ എത്ര പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്? ഇല്ല. KUWJയിൽ എത്ര പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്? സമരം നടത്തിയിട്ടുണ്ടോ KUWJ? അന്ന് ഇവിടെ ഇന്ത്യയിൽ പത്രസ്വാതന്ത്ര്യം നിയമപരമായി തന്നെ നിരോധിച്ച സമയത്ത് അതിനോട് പ്രതിഷേധിക്കാൻ പറ്റാത്തവരാണ് KUWJ. മറിച്ച് CPM-ന് താല്പര്യമുള്ള എന്തെങ്കിലും ഒരു കേസുണ്ടെങ്കിൽ CPM അടിയന്തരാവസ്ഥ CPM-ന് എതിർക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പേടിയായി, അതുകൊണ്ട് എതിർക്കാൻ വന്നില്ല. അത്രേ ഉള്ളൂ. വെറും കുറേ പേര് ജയിലിൽ പോയി പേടിച്ച് അറസ്റ്റ് ചെയ്ത പോലീസ്. പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ആയിരുന്നു, അല്ലാണ്ട് പ്രവൃത്തി ഏറ്റെടുത്തതിനല്ല, ഒരു പ്രവൃത്തി സമരവും നടത്തിയതിനല്ല. ഇനി KUWJ അടുത്ത കാലത്ത് നടത്തിയ ഏറ്റവും വലിയ സമരം എന്തിനു വേണ്ടിയായിരുന്നു അറിയാമോ? പ്രക്ഷോഭങ്ങൾ, പ്രസ്താവനകൾ എല്ലാം നടത്തി. KUWJ സ്റ്റാൻ സ്വാമിയുടെ പത്രസ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നെന്നും പറഞ്ഞ് സമരം നടത്തി. ഓർക്കുന്നുണ്ടോ? പോയിട്ടുണ്ടോ? വാജ്പേയി പ്രകടനത്തിന് പോയിട്ടുണ്ടോ? അതിന് ഞാൻ പങ്കെടുത്തിട്ടില്ല. പങ്കെടുത്തിട്ടില്ല. അപ്പോൾ അന്ന് സ്റ്റാൻ സ്വാമി ഏത് പത്രത്തിൽ അങ്ങനെ പ്രവർത്തിക്കുന്ന പത്രം അന്ന് ഇറങ്ങുന്നില്ല എന്ന് പറയാം, ഇടയ്ക്ക് നിന്നുപോയി. ആ പത്രത്തിൻ്റെ, ഇല്ലാത്ത പത്രത്തിൻ്റെ ലേഖനായിട്ടാണ് സ്റ്റാൻ സ്വാമി ഇവർ ചിത്രീകരിക്കുന്നത്. മിശിക പത്രപ്രവർത്തനത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവഗണിക്കപ്പെട്ടവൻ്റെ പടവരുന്നവനാണെന്ന് പറയും. അതായിരുന്നു സ്റ്റാൻ സ്വാമിക്ക് ഇവർ കൊടുത്ത പ്രാധാന്യം. അതിൻ്റെ പേരിലാണ് ഇവർ പ്രക്ഷോഭം ഉണ്ടാക്കിയത്. മറിച്ച് ഈ ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ മറ്റ് മീഡിയയിൽ വർക്ക് ചെയ്യുന്ന, യൂട്യൂബ് തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഷാജൻ സ്കറിയ, സുമേഷ് മാർക്കോപ്പോളോ, നന്ദകുമാർ, TP നന്ദകുമാർ, ഇപ്പോൾ ലാസ്റ്റ് ഷാജഹാൻ, ഇവർ എത്ര പ്രാവശ്യം ഏതെല്ലാം തരത്തിലുള്ള കേസുകളിൽ പെടുത്തിയിട്ടുണ്ട് CPM. അത് ഇവർ പറയും പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അക്രഡിറ്റേഷനുള്ള പത്രപ്പോലെ ദേശാഭിമാനിയുടെയും മനോരമയുടെയും മാതൃഭൂമിയുടെയും ആൾക്കാർ മാത്രമേ. അതായത് KUWJയുടെ പ്രഖ്യാപിത നിലപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ജോലി ചെയ്യുന്ന മാധ്യമപ്രവർത്തകരെ അവർ ഈ അതായത് മുഖ്യധാര പത്രപ്രവർത്തകരായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ്. ശരി. ഓൺലൈൻ, അതായത് നമ്മുടെ മെഡിക്കൽ അലോപ്പതി ഡോക്ടർമാർ ആയുർവേദക്കാരനെയും ഹോമിയോക്കാരനെയും ഡോക്ടറെ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ്. അതെ. എന്നാൽ പോട്ടെ, ഇവരെ കാണണ്ട. പക്ഷെ ഇവരെഴുതുന്ന വിഷയങ്ങൾ സത്യസന്ധമാണ് ഇവരെഴുതുന്നുണ്ടോ? ഇവരെഴുതുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ എഴുതിയ വിഷയങ്ങൾ തെറ്റാണെങ്കിൽ ഇന്ന ഓൺലൈൻ മാധ്യമത്തിൽ ഷാജൻ സ്കറിയ പറഞ്ഞ കാര്യം, അല്ലെ ഷാജഹാൻ പറഞ്ഞ കാര്യം തെറ്റാണെന്ന് പറഞ്ഞ് ഇപ്പോൾ ഇവരെഴുതുന്നുണ്ടോ? ഈ മാധ്യമപ്രവർത്തകർ എഴുതുന്നുണ്ടോ? അവരെ പേടിച്ച് ഭയന്ന് മാളത്തിൽ ഒളിച്ച് പിണറായി വിജയൻ്റെ മുമ്പിൽ സഷ്ടാംഗ പ്രമാണം ചെയ്ത് നടക്കുന്ന മാധ്യമപ്രവർത്തകരുടെ ലോകത്ത് സ്വല്പം എങ്ങനെ തല ഉയർത്തുന്നോ എന്തെങ്കിലും പറയുന്നവരല്ലേ ഉള്ളൂ. ഇവരെ സപ്പോർട്ട് ചെയ്യില്ല. എങ്ങനെയാണ് പത്രസ്വാതന്ത്ര്യത്തെ സപ്പോർട്ട് ചെയ്യുന്നത്? പത്രസ്വാതന്ത്ര്യം എന്നുള്ള എന്താ KUWJ? താങ്കൾ അതിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നല്ലോ. പത്രസ്വാതന്ത്ര്യം എന്നുള്ള എന്താ ഉദ്ദേശിക്കുന്ന KUWJ? സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആർക്കും വിധേയമാകാതിരിക്കുക. നടത്തുന്ന എത്ര പത്രങ്ങളുണ്ട്? എത്ര ചാനലുകളുണ്ട്? സ്വതന്ത്രമായി പത്രപ്രവർത്തനം നടന്ന ചാനലുകൾ എത്രയുണ്ട്? അവിടെ നിങ്ങൾ നമ്മൾ ചോദിച്ചില്ലേ, കിടക്കും പുറത്തെന്ന് പറഞ്ഞപ്പം കാലയിൽ വീഴാൻ ചെല്ലുന്ന പത്രപ്രവർത്തകനാണ്. അത് ഞാൻ ഇപ്പോൾ ഓർക്കുന്ന അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എഡിറ്ററായിരുന്ന ഗോയങ്ക പത്രം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് അന്ന് എഡിറ്റോറിയലില്ലാതെ ഇറങ്ങുന്നത്, ബ്ലാങ്കറ്റ് ഇറങ്ങി ഇന്ത്യൻ എക്സ്പ്രസ് ഇറങ്ങി. അത് കഴിഞ്ഞൊരു കത്തെഴുതി എല്ലാ പത്രാധിപർമാർക്കും ഒരു കത്തുണ്ടായിരുന്നു. എന്തായിരുന്നു അറിയാമോ?
നിങ്ങളോട് ഇന്ദിരാഗാന്ധി പലതും ആവശ്യപ്പെടും, അല്ല ഇന്ദിരാഗാന്ധി എന്നല്ല, ഗവൺമെൻറ് പലതും ആവശ്യപ്പെടും. നിങ്ങൾ നടന്നു ചെല്ലുന്നതിന് വരെ മുട്ടിലഴിഞ്ഞ് ചെല്ലരുത് കേട്ടോ. നിങ്ങൾക്ക് അടിയന്തരാവസ്ഥയെ എതിർക്കാതിരിക്കാം, പക്ഷേ അനുഭവിക്കരുത്. ഈ 2 ഓപ്ഷൻ പത്രപ്രവർത്തകരുടെ മുമ്പിൽ വെച്ചിരിക്കുകയായിരുന്നു ഗോയങ്ക. ഇന്ന് അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? ഏത് പത്രപ്രവർത്തകൻ അതിന് ധൈര്യമുണ്ട്? ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ഗോയങ്ക ഉണ്ടായിരുന്നു. കേരളത്തിൽ ആരോ ഉണ്ടായിരുന്നു? ഒറ്റ പത്രപ്രവർത്തകൻ്റെ പേര് പറയാം അടിയന്തരാവസ്ഥ കാലത്ത്. ഞാൻ മുമ്പേ പറഞ്ഞ ആളും പേരല്ലാതെ പത്രപ്രവർത്തക രംഗത്ത് KUWG ബാഡ്ജും കുത്തിക്കൊണ്ട് നടക്കുന്ന, ഗുണവാലും കുത്തിക്കൊണ്ട് നടക്കുന്ന എത്ര പേരുണ്ട്? അറസ്റ്റ് ചെയ്ത എത്ര പേരുണ്ട് KUWG? പറയാമോ? എന്തേ? പിന്നെ സമീപകാലത്ത് KUWG ഏറ്റെടുത്ത് നടത്തിയ ചില സമരങ്ങളിലും ഇത്തരം ആക്ഷേപങ്ങളുണ്ട്. പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാധ്യമപ്രവർത്തകനെ വാഹനം ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസ്, വെങ്കട്ടരാമൻ പ്രതിയായ കേസ്, ആ കേസിൽ KM ബഷീറിനെതിരെ. അപ്പോൾ ആ കേസിലും സർക്കാർ വെങ്കട്ടരാമനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാടെടുത്തപ്പോൾ പോലും കാര്യമായ ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, കാര്യത്തിലൊരു നടപടി ഉറപ്പുവരുത്താനോ സാധിക്കുന്ന തരത്തിൽ ഇടപെടാൻ പറ്റിയില്ല എന്നുള്ള കാര്യത്തിൽ ശക്തമായ വിമർശനമുണ്ട് ആ കാര്യത്തിൽ. പക്ഷേ ആ പ്രശ്നം ഉണ്ടാകുന്നത് ഉമ്മൻചാണ്ടിയുടെ കരുണാകരൻ്റെ കാലത്താണ് KUWG ശൗര്യം കാണിച്ചത്. കരുണാകരൻ ഭരിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നെങ്കിൽ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴാണ് ഈ മാധ്യമപ്രവർത്തനം ഇങ്ങനെ ഇടിച്ചു വീഴ്ത്തുന്നെങ്കിൽ പ്രശ്നമായതിനെ ഇവിടെ KUWG സജീവമായ രംഗത്ത് വന്നേനെ, പോഷക സംഘടനകൾ രംഗത്ത് വന്നേനെ. അല്ല, ആരോപണ വിധേന ഉദ്യോഗസ്ഥനെതിരെ പിന്നെ അവിടെ നിയമനം കൊടുത്തു. ആ കേസ് തേച്ചു മായ്ച്ച്, അതായത് വളരെ ദുർബലമാകുന്ന രീതിയിലാണ് ആ കേസ് കൈകാര്യം ചെയ്തത് പോലും. അല്ല, അത് ഒരു KUWG എന്തെങ്കിലും ചെയ്യാൻ പറ്റിയെന്നുള്ള പ്രശ്നം. ഇതൊരു സംഘടനയാണ്. ഇപ്പോൾ ഷാജഹാനെ അറസ്റ്റ് ചെയ്തു, 1 അറസ്റ്റ് ചെയ്തു, 1 നോട്ടീസ് കൊടുത്ത് അറസ്റ്റ് ചെയ്തു. ഹൈക്കോടതിയുടെ മുൻകൂർ ജാമ്യത്തെ പുല്ലുവില കൊടുത്തുകൊണ്ട് ഇവിടെ 2ാമത് അറസ്റ്റ് ചെയ്യാം. എന്താണ് ഷാജഹാൻ ചെയ്ത? പത്രപ്രവർത്തനത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായ കാര്യം, വ്യക്തി സ്വാതന്ത്ര്യം, കോടതി കേസ് വന്നിരിക്കുന്നു. അങ്ങനെയുള്ള കോടതി കേസുള്ള എത്ര സംഭവങ്ങളുണ്ട് ഇവർ റിപ്പോർട്ട് ചെയ്യുമോ? പിണറായി വിജയൻ്റെ പേരിൽ എത്ര കേസുണ്ട്? ലാവലിൻ കേസ് മുതൽ എത്ര കേസ് കിടപ്പുണ്ടാവും? അതിനെ നിങ്ങൾ ഇവരിൻ്റെ മൈൻഡ് ചെയ്യാത്ത? ലാവലിൻ കേസ് അവിടെ വരെ എത്തിയെന്ന് ഇവർ പറയുമോ നമ്മളോട്? ഇല്ല, ഒന്നും വേണ്ട. ഇവരെ ഗവേഷണം നടത്തി മാനനഷ്ട കേസിന് ഇവർ കൊടുത്തിരിക്കുന്ന വക്കീൽ നോട്ടീസുകൾ എത്ര എണ്ണം വന്നിട്ടുണ്ടെന്ന് പറയാം. ബാക്കി നടപടി എന്തായെന്ന് പറയാം. CPDB തൊട്ട് എല്ലാവരും വക്കീൽ കൊടുത്തിരിക്കുകയാണ്, മാനനഷ്ട കേസ് കൊടുത്തിരിക്കുകയാണ്, വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. എന്ത് നേരം എവിടം വരെ എത്തി? ഞാൻ ഉദ്ദേശിക്കുന്നത് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് സത്യസന്ധമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ പണിക്ക് പോകരുത്. അല്ലെങ്കിൽ കുറേയെങ്കിലും നമ്മൾ സത്യം മൂടി വയ്ക്കാം, പക്ഷേ കള്ളം പറയണം. അതെ, സത്യങ്ങൾ മുഴുവൻ നമുക്ക് പറയാൻ പറ്റില്ല. പറയാത്ത കാര്യങ്ങളുണ്ട്, അറിയാവുന്ന കാര്യങ്ങളുണ്ട്. ഒരു ചരിത്രത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഈ മാധ്യമരംഗത്തുള്ളവരെ കുറിച്ചൊരു വാക്കുണ്ട്, പടവെട്ടിവൻ്റേതാണ് ചരിത്രം, പടക്കളത്തിൻ്റെ മുക്കിലും മൂലയിലും നിന്ന് ഊരിയിടുന്ന തെരുവ് നായ്ക്കളുടേതല്ല. ഇവിടുത്തെ KUWG റോളിൽ തന്നെ പറയാമോ? ഒരു പരിധിക്കപ്പുറം PR പണിയാണ് ചെയ്യുന്നത്. അത് പടക്കളത്തിൻ്റെ മുക്കിലും മൂലയിലും കുറച്ചുകൊണ്ട് നടക്കും, അകത്തേക്ക് കയറിയില്ല. ഈ പടയാളികൾ കാണുമ്പോൾ സ്ഥലം വിടും, പടയാളിയുടെ ആശ്രയെ കാണുമ്പോൾ സ്ഥലം വിടും. ഉദാഹരണം ഇന്നിപ്പം വന്നിട്ടുണ്ട്, ഈ ഇവിടുത്തെ എറണാകുളത്ത് എത്രയോ KUWG പത്രപ്രവർത്തകരുണ്ട്. മായരാജ് സ്കൂളിൻ്റെ സ്റ്റേഡിയത്തിലെ മുറികളുണ്ട്. ആ മുറികൾ വാടക കൊടുത്തിരിക്കുന്നതിൻ്റെ കിട്ടാത്ത കുടിശ്ശിക 3 കോടി മിച്ചമാണ്. ഇന്നിപ്പോൾ വീരാവകാശപ്രകാരം ഇത് വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി ഇവരറിയുന്നില്ലേ? ഇവരറിയുന്നില്ലേ? കേരളത്തിലെ ഏറ്റവും വലിയ കോളേജ് SFIയുടെ കോട്ട, ചെങ്കോട്ട എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ആ കോട്ടയ്ക്ക് സംഭവിക്കുന്ന കാര്യമാണ്, ആ കോട്ടയ്ക്കകത്ത് നടക്കുന്ന കാര്യം. 3 കോടി മിച്ചം രൂപ കുടിശ്ശികയായിട്ട് വർഷങ്ങളായിട്ട് കുടിശ്ശികയാണ്. ഇവിടുത്തെ ഹെൽത്ത് ഇൻഷുറൻസിന് ടൈപ്പിൻ്റെ സമയത്ത് കൊടുത്തിട്ടില്ല. ആർട്സോ പഠിച്ച കോളേജാണ്. എന്ത് ഇത് ഇവർക്കൊന്ന് KUWG അടുത്ത വേണമെങ്കിൽ ദേശാഭിമാനിയുടെ കറസ്പോണ്ടൻ്റായിട്ട് ആർട്സോ വരും, KUWG സെക്രട്ടറി പ്രസിഡൻ്റ് ആക്കാം. ഇതാണ് പാരമ്പര്യം. ഈ പാരമ്പര്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകണം. ഇത്രയും ഷാജഹാനെ അറസ്റ്റ് ചെയ്തിട്ട് അത് ഏറ്റവും നമ്മുടെ കൺമുമ്പിൽ ഗുരുതരമായ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. എല്ലാ പത്രപ്രവർത്തകരും ചെയ്യുന്നതിനുള്ള കുറ്റമേ ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ കുറ്റം എന്ന് പറയാൻ പറ്റില്ല, പ്രവൃത്തിയേ ചെയ്തിട്ടുള്ളൂ. പല മീഡിയകളിൽ വന്ന കാര്യം ഒന്നുകൂടെ ആവർത്തിച്ച് എംഫസിസ് ചെയ്ത് ഷാജഹാൻ പറഞ്ഞു. അതിലാണ് ഇവിടെ നടക്കുന്നത്, ശിക്ഷ നടക്കുന്നത്. ഇത് അവസാനിപ്പിക്കാൻ KUWG എന്നാ ചെയ്യാൻ സാധിക്കും, പത്രപ്രവർത്തകൻ എന്നാ ചെയ്യാൻ സാധിക്കും, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് KUWG കുറിച്ച് അറിയാൻ വേണ്ടിയാണ് ഈ വിഷയം നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയത്. ഈ നവംസകളുടെ സംഘടന, എല്ലാവർക്കും സംഘടനയുണ്ട്, നവംസകളിൽ ചേർന്നൊരു സംഘടന.